വനിതാ സംവരണ ബിൽ നടപ്പാക്കാൻ നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. ലോക്സഭയിലും നിയമസഭയിലും സീറ്റ് വർദ്ധിപ്പിക്കും. ലോക്സഭയിൽ 273 സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യാനാണ് നീക്കം. നിയമം നടപ്പിലാക്കിയാൽ ലോക്സഭയിൽ ആകെ 816 സീറ്റുകളാകും. കേരളത്തിൽ 210 നിയമസഭാ സീറ്റും 30 ലോക്സഭാ സീറ്റുമായി വർദ്ധിപ്പിക്കും. റഷീദ് വിവരങ്ങൾ നൽകാനായി ചേർന്നു. റഷീദ്, വിശദാംശങ്ങൾ. രാജ്യത്ത് വനിതാ സംവരണ ബിൽ നടപ്പിലാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വനിതകൾക്ക് 1/3 സീറ്റുകൾ സംവരണം ചെയ്യാനാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ തീരുമാനം. ഇതിനായി ലോക്സഭാ സീറ്റുകളുടെയും അതോടൊപ്പം നിയമസഭാ സീറ്റുകളുടെയും എണ്ണം കൂട്ടുക എന്നുള്ള നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. 2011 സെൻസസ് അനുസരിച്ചായിരിക്കും ഈ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും പുതിയ നിർദ്ദേശപ്രകാരം ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്നും 816 ഉയരും എന്നുള്ളതാണ്. ഓരോ സംസ്ഥാനത്തും നിലവിലുള്ളതിന്റെ 50% കൂടി സീറ്റുകൾ കൂട്ടാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനുശേഷം ആകെ 1/3, അതായത് 273 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കേരളത്തിലെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 30 ഉയരും. അതോടൊപ്പം നിയമസഭാ സീറ്റുകളുടെ എണ്ണം 210 വർദ്ധിപ്പിക്കുമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നിൽ വെച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ചേർന്നിട്ടുള്ള വിവിധ പാർട്ടികളുടെ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകാരം നൽകുകയാണ്. നിലവിൽ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഈ ബിൽ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്.